എളനാട് ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്തിൽ കേരള സർക്കാർ ക്ഷീരവകുപ്പ് നടപ്പിലാക്കുന്ന ജില്ലാ ക്ഷീരസംഗമത്തിന് സമാപനം കുറിച്ചു. ഈ വർഷം 50 പഞ്ചായത്തുകളിൽ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെ ക്ഷീരഗ്രാമ പദ്ധതി നടപ്പാക്കുന്നതായി മന്ത്രി അറിയിച്ചു. ചർമ്മമുഴ ബാധിച്ച് മരണപ്പെട്ട 800ഓളം പശുക്കൾക്കുള്ള ധനസഹായം നൽകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. കറവ പശുക്കൾക്ക് 30,000 രൂപയും കിടാരികൾക്ക് 16,000 രൂപയും കന്നുകുട്ടികൾക്ക് 5,000 രൂപ എന്നിങ്ങനെയാണ് ധനസഹായം വിതരണം ചെയ്യുന്നത്. സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഏറ്റവും നല്ല രാജ്യത്തെ പാൽ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുവാൻ പറ്റാവുന്ന അണുബാധ ഒന്നുമില്ലാത്ത സമ്പുഷ്ടമായ പശുവിൻ്റെ പാല്. അത് ദേശീയ മൃഗസംരക്ഷണ വകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയുടെ പാല് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം മിൽമയുടെ പാല് ക്ഷീര കർഷകരുടെ പാലാണ്. അപ്പൊ ആ പാലാണ് ഗുണനിലവാരമുള്ള പാലായിട്ട് കേരളത്തിന് ഇപ്പോൾ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു. ആ നിലയിലേക്കും വളരെ മെച്ചം. ഇന്ന് കേരളം പോലെയുള്ള സംസ്ഥാനം 90% പാലിൽ നമ്മൾ ഇന്ന് സ്വയം പര്യാപ്തതയാണ്. നമുക്കിനി 10% പാലാണ് കേരളത്തിന് ആവശ്യമായി വരുന്നത്. ആ 10% പാല് മാത്രമാണ് കേരളത്തിന് പുറത്ത് നിന്ന് മിൽമ എടുത്തുകൊണ്ട് ഈ 3 മേഖലകളിലായിട്ട് നമ്മൾ വിതരണം ചെയ്യും. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു. കേരളത്തിൽ മിൽമയും കേരള ഫീഡ്സും KLDBയും ക്ഷീരക്ഷേമനിധിയും നമ്മുടെ ക്ഷീരമേഖലയും മൃഗസംരക്ഷണ മേഖലയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോകുകയാണ്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ കർഷകർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്കറിയാം. ഉൽപാദന ചെലവ് കർഷകരെ സംബന്ധിച്ച് കൂടുതലാണ് കേരളത്തിൽ എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട് കൂടുതലാകുന്നു എന്നുള്ളത് കണ്ടാൽ നമുക്ക് സ്ഥല സൗകര്യം കുറവാണ്, നമുക്ക് പുല്ല് വളർത്താൻ പറ്റുന്നില്ല, നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചോളം ഉൾപ്പെടെയുള്ളത് നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്നില്ല. ഇത് മുഴുവൻ കേരളത്തിന് പുറത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഫീഡാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്കറിയാം, നെല്ലുൽപാദനം തന്നെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം, വയലുകൾ നികത്തി ഒരു കാലഘട്ടം, അവിടെ എല്ലാം കെട്ടിടങ്ങളും വലിയ സ്ഥാപനങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ ക്ഷീര സംഘങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീര വികസന വകുപ്പിൻ്റെയും വിവിധ പഞ്ചായത്തുകളിലെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും സംയുക്താഭിമുഖ്യത്തിൽ നമ്മുടെ ചേലക്കര വെച്ച് 3 ദിവസങ്ങളായി ക്ഷീരസംഗമം സംഘടിപ്പിക്കുകയാണ്. 25, 26, 27 തീയതികളിലാണ് ഈ ക്ഷീരസംഗമം സംഘടിപ്പിച്ചത്. ഇന്ന് അതിൻ്റെ സമാപനം കുറിച്ചുള്ള സമ്മേളനമാണ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യായ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞെങ്കിലും നമ്മുടെ ഈ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി നിലയിൽ ഈ ക്ഷീരസംഗമവും അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. മന്ത്രി വന്നു കഴിഞ്ഞാൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി വന്നിട്ടുണ്ട്, മന്ത്രി കൂടുതൽ പറയും. ഞാൻ കുറേ കാലമായില്ല പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. പൊതുസമ്മേളനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തൃശൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ N, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ MT ജയൻ, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ R രാംഗോപാൽ, ക്ഷീര വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ,
ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, എറണാകുളം മേഖല മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ, താര ഉണ്ണികൃഷ്ണൻ, N സത്യൻ, ഷാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 10 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ച് സംയുക്തമായി നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതി. വേലൂർ ഗ്രാമപഞ്ചായത്തിന് ക്ഷീരഗ്രാമം പദ്ധതിക്കുള്ള ഗോപുനന്ദനത്തിന് വേണ്ടി ജില്ലയിലെ മികച്ച ക്ഷീര കർഷകൻ ശ്രീ NG ഗോപാലകൃഷ്ണൻ, ശ്രീമതി ലക്ഷ്മി മേനോൻ. എൻ്റെ പേര് ലക്ഷ്മി ശിവദാസ്. ഞങ്ങൾ അന്നമനയുടെയാണ് താമസിക്കുന്നത്. റെസ്റ്റോറൻറ്റിലാണ് ഈ ഫാം നിലനിൽക്കുന്നത്. ഇതിപ്പോ 10 കൊല്ലമായി ഇവിടെ ഫാം നടത്തി വരുന്നു. വികസനം പഞ്ചായത്തിൽ 8 പശുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2017 ശ്രീമതി ബിന്ദു ഹരിദാസ് ഫാം ആരംഭിക്കുന്നത്. നിലവിൽ 25, 26, 27 ബ്ലോക്കിലെ 22 ക്ഷീരസഹകരണ സംഘങ്ങളെയും ജില്ലയിലെ മികച്ച ക്ഷീര വികസന യൂണിറ്റുകളെയും ഒത്തിണക്കിക്കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര വികസന യൂണിറ്റിനുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നു. പഴയന്നൂർ ബ്ലോക്ക് ക്ഷീര വികസന യൂണിറ്റ് ക്ഷണിച്ചുകൊള്ളുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്കിലെ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന ബഹുമാന ഡെപ്യൂട്ടി ഡയറക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. ജില്ലയിലെ മുതിർന്ന ക്ഷീര കർഷകനെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട K രാധാകൃഷ്ണൻ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ P അച്യുതൻ നായരെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പഴയന്നൂർ ബ്ലോക്കിലെ ചേലക്കോട് ക്ഷീര ന്യൂസ് ഡെസ്ക് CCV.